ഇപ്പൊ ഞാൻ 3 ശമ്പളം മേടിക്കുന്നേ. 3000 രൂപ മാസത്തിലോ അല്ല വർഷത്തില്. തെണ്ടാൻ പോയിക്കൂടെ? വിളിക്കുന്നത് ഞങ്ങൾക്ക് തന്തക്ക് വിളിക്കുന്നത് മനസ്സിലായി. ചത്തവളെ എന്തോ നിന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ജോബി. അല്ല രതിനിർവഹത്തിലെ പപ്പുന്നല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ കേരളത്തിൽ വന്നു നോക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. ഭാഗ്യത്തിന് അവർ ഇതുവരെ ആരും കേരളത്തിൽ വന്നിട്ടില്ല. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് സ്വാഗതം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനും വീഡിയോസിനും താരവിശേഷങ്ങൾക്കുമൊക്കെയായി ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ അഡ്രസ് എങ്ങനെയാണ് www.facebook.com/comedy super night. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ആ ഒരു എക്സ്ക്ലൂസീവ് പേജും അതിലൂടെ തന്നെ ഈ ഒരു ഷോയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാം. വെള്ളാരം കണ്ണുള്ള നായകൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഈ ഒരൊറ്റ മുഖം മാത്രമേ മനസ്സിലെത്തൂ. കൺമഷി, ദേവദൂതൻ, സെവൻസ് തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ശ്രീ വിനീത് കുമാർ. എന്താണിത്, എത്ര കാലമായല്ലേ എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ച കണ്ടേ ഉള്ളൂ. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ശരീരം കുറച്ചുകൂടി നല്ല ചെറുതായി. എന്താണ് എക്സസൈസിന്റെ അല്ല, കാരണം അധ്വാനമുള്ള പണി ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ടെൻഷൻ അടിച്ച്, മാനസികമായിട്ട് ടെൻഷൻ അടിച്ച് ഇല്ല, എക്സസൈസ് ചെയ്തിട്ടൊന്നും അല്ല. കാരണം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഷൂട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം ഉറങ്ങാനുള്ള ഒരു സമയം കിട്ടും. ഇപ്പൊ ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്തു. ആ സിനിമയുടെ റിലീസ് അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വിനീത് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. അയാൾ ഞാനല്ല സിനിമയുടെ പേര് അയാൾ ഞാനല്ല. പിന്നാരാന്ന് ഞാൻ ചോദിക്കാൻ വന്നതാണ്. ഫഹദാണ്, ഫഹദിലാണ് ആ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. രഞ്ജിത്തേട്ടന്റെ കഥയാണ്. ഇപ്പോ തിയേറ്ററിൽ വെരി സൂൺ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പൊ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. കാരണം അഭിനയിച്ച് നടനായിട്ട് വന്ന് നമ്മളെല്ലാം ഞെട്ടിച്ചു. പിന്നെ ഇപ്പൊ തിരക്കഥയും കൂടെ താങ്കളുടെയാണ് തിരക്കഥ. രഞ്ജിത്തേട്ടനാണ് കഥ, ഞാനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. എനിക്ക് വയ്യ, എല്ലാവരും എല്ലാ മേഖലകളിലും അങ്ങോട്ട് കൈവെക്കുകയാണ്. ഇപ്പോഴത്തെ അടുത്ത കാലത്ത് രഞ്ജിത്തേട്ടന്റെ സിനിമകൾ പോലെ ഒരു സീരിയസ് മൂഡുള്ള സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമയല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരു അഭിപ്രായമായിരുന്നു ഇതുപോലുള്ള ഒരു ലൈറ്റ് സബ്ജക്റ്റിൽ പിച്ച് ചെയ്ത് തുടങ്ങണം. അത് ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിച്ചത് രഞ്ജേട്ടൻ പറഞ്ഞ കഥയുടെ ഒരു ഉള്ളടക്കം നമുക്ക് അയാൾ ഞാനല്ല എന്ന് പറയുന്ന ടൈറ്റിൽ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ ഒരു വിവരണം നൽകി കഴിഞ്ഞാൽ ഞാൻ നേരെ
മറ്റേ PR ആരെ വിളിച്ച് വാടൂർ ജോസിനെ വിളിച്ച് പറയാമോ? ഇല്ല, ഇത് കൊയിലാണ്ടിക്കാരനായിട്ടുള്ള ഒരു പ്രകാശൻ എന്ന് പറയുന്ന ഒരാള്, അയാള് വർഷങ്ങളായിട്ട് ഗുജറാത്തിൽ ഒരുപാട് ജോലികളിൽ ഏർപ്പെട്ട മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ അവന്റെ അമ്മാവന്റെ കൂടെ ഈ പറയുന്ന 10ാം ക്ലാസ് തോറ്റതിന് ശേഷം അവിടെ കൂടെ നിന്ന് ജോലി ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രകാശന് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. ആ ഒരു യാത്രയും ആ യാത്രയ്ക്ക് ശേഷം ഉണ്ടാവുന്ന, അതായത് പ്രകാശൻ എന്ന് പറയുന്ന ഒരാളും മറ്റൊരാൾ കൂടിയുണ്ട്. അയാൾ ആരാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, മറ്റൊരാൾ കൂടി. ഇനി ക്ലൈമാക്സും കൂടെ പറഞ്ഞാൽ മതി. അതെ അതെ, ബാക്കി രഞ്ജിയേട്ടന്റെ കഥ എല്ലാം പുറത്തായി. ഇനി ക്ലൈമാക്സും കൂടെ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ തിരക്കഥ എഴുതണമെങ്കിൽ ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. അപ്പൊ ഗുജറാത്തിൽ ജോലി ചെയ്ത ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങൾ അറിയാമായിരുന്നു. ഞാൻ ശരിക്കും വർഷത്തിൽ ഒരു യാത്ര ഒറ്റയ്ക്ക് ഞാനിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അത് അവിചാരിതമായിട്ട് ഈ കഴിഞ്ഞ വർഷം ഞാൻ പോയത് ഗുജറാത്തിലായിരുന്നു. അത് ഈ കഥ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോയതല്ല. അങ്ങനെ ഗുജറാത്തിൽ തോന്നുന്നു ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് എനിക്ക് ഗുജറാത്തിൽ പോകണം. അങ്ങനെയല്ല, യാത്ര ഞാൻ പോയി തുടങ്ങിയത്, ഞാൻ ഇവിടുന്ന് ബോംബെ പോയി, ബോംബെയിൽ നിന്ന് അവിടുന്ന് ഞാൻ ഒരു പ്രീ പ്ലാനും ഇല്ലാതെ, അതായത് ടിക്കറ്റ് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് അങ്ങനെ അല്ലാതെ പല യാത്രകൾ പല രീതിയിൽ പോയി നടന്ന് ഒരുപാട് ദൂരം പോയിട്ട് അങ്ങനെയുള്ള ഒരു ഇടയ്ക്കുള്ള ചില വട്ടുകളിലൊന്ന്. അപ്പോൾ അതിൽ അങ്ങനെ പോയപ്പോൾ ഞാൻ പോയത് ഈ പറയുന്ന കച്ചും അതുപോലുള്ള ഏരിയകളും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും രഞ്ജിയേട്ടനുമായിട്ടുള്ള സംസാരം എത്തി. അദ്ദേഹം പറഞ്ഞ കഥ അവിചാരിതമായിട്ടാണ് ഗുജറാത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ, അല്ലെങ്കിൽ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കഥയായിട്ട് വന്നത്. അത് കഴിഞ്ഞ് രഞ്ജിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അതാണ്, നീ ഒന്നുകൂടെ ഒന്ന് വീണ്ടും ഒന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ വീണ്ടും യാത്ര പോയി. അങ്ങനെ 3ാമത്തെ തവണയുള്ള യാത്രയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എന്തായാലും ഹിന്ദി, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഹിന്ദി അത് രസമുള്ളൊരു ഹിന്ദി ആയിരുന്നു. കാരണം എന്തായാലും അവിടെ ഹിന്ദി അറിയില്ല, അതങ്ങ് തുറന്ന് പറഞ്ഞേക്കേ. അല്ല കുഴപ്പമില്ല, ബലം വിടില്ല. കാരണം എന്റെ ഹിന്ദി കൊണ്ട് രക്ഷപ്പെട്ട സംഭവം ഉണ്ട്. ഓക്കെ, എന്നാ ഇത് അറിയണം, ചരിത്ര സംഭവമായിരിക്കും. അല്ല, ചരിത്രമായില്ല, ചരിത്രം സംഭവമായിരിക്കും. കാരണം ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫഹദ് അടുത്ത ദിവസമാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടുത്തെ ആംബിയൻസും ലൊക്കേഷനൊക്കെ കുറച്ച് സാധനങ്ങൾ, എനിക്ക് ഷോർട്സ് ആവശ്യമുണ്ട് സിനിമയിൽ. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനും ക്യാമറമാനും പിന്നെ ഒരു ക്യാമറ വണ്ടിയും, അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ശ്യാംദത്തായിരുന്നു. ശ്യാംദത്ത് എന്റെ നല്ല സുഹൃത്തും കൂടെയാണ്. അത് തന്നെ, എന്റെ ആദ്യത്തെ നായക സിനിമയ്ക്ക് ക്യാമറാമാൻ പുള്ളിയായിരുന്നു. അപ്പോൾ ശ്യാമും ഞാനും നമ്മളുടെ ഒരു സൗഹൃദത്തിൽ നിന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു സിനിമയിൽ ശ്യാം അസോസിയേറ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെ. അപ്പോൾ ശ്യാമും ഞാനും പിന്നെ ക്യാമറയും, അത്രയേ ഉള്ളൂ. വളരെ ലിമിറ്റഡ് ക്രൂ. ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലം ഷൂട്ട് ചെയ്ത്. പ്രൊഡ്യൂസർ അല്ല, 3 പേര് മാത്രമേ പോകുന്നുള്ളൂ. അല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഞങ്ങളുടെ വലിയ ക്രൂവിനെ അവിടെ നിർത്തിയിട്ട്, കാരണം ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലം കണ്ടിട്ട്, അതാണ് ഓരോ സ്ഥലം കണ്ടെത്തുക, അവിടെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള, കാരണം അത് മാത്രമായിരുന്നു അന്നത്തെ ദിവസത്തെ പ്ലാൻ. എന്നാലും ആരാ പ്രൊഡ്യൂസർ പറയേ? അല്ല, പ്രൊഡ്യൂസർ ഇപ്പോൾ സിനിമ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സുന്ദർ മേനോൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ. പിന്നെ ഇതിന്റെ ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് രഘു ബാലകൃഷ്ണൻ, രഞ്ജിയുടെ ബ്രദറും സുരേഷ് കുമാറും. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞുതരാം. അവിടെ ഗുജറാത്തിലെത്തിയിട്ട് ഈ പറയുന്ന ആംബിയൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു വില്ലേജിലേക്ക് ചെന്നു. അപ്പോൾ ആ വില്ലേജ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശ്യാം ഇവിടെ കൊള്ളാം, നമുക്ക് ഈ ഒരു ഏരിയ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ശ്യാം ക്യാമറ ഒക്കെ വെച്ച്, ശ്യാം അപ്പം ചാടി ഇറങ്ങും. ഭയങ്കര ആവേശമുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ചാടി ഇറങ്ങി ക്യാമറ ഒക്കെ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരെ വരുന്നു കുറേ ഗുജറാത്തികൾ, ഒരു പട ആളുകൾ വന്നിട്ട് അവര് ഗുജറാത്തിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. വിളിക്കുന്നത് ഞങ്ങൾക്ക് തന്തക്ക് മനസ്സിലായി എന്നുള്ളത് വളരെ വ്യക്തമായി. അതെങ്ങനെ വ്യക്തമാവും എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സംസാരിക്കും, മോഡുലേഷൻ, അവസാനം ഇങ്ങനെ ഒരു ഇതും കൂടെ വരും. അപ്പൊ അതായത് നിന്റെ തന്തയുടെ വകയാണോടാ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്നുള്ള ലൈനിലാണ് ചോദ്യം. അത് വ്യക്തമായി. അപ്പൊ തന്നെ ശ്യാം പറഞ്ഞു, ഇത് പ്രശ്നമാണ് വലിയതെന്നാണ്. അപ്പൊ അവര് ആൾക്കാരൊക്കെ വന്ന് ക്യാമറ എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് ഇവര് തന്നെ, അപ്പൊ ക്യാമറ അസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു, വേണ്ട ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് ഞങ്ങളെ 3 പേരെയും ഈ ക്യാമറയും ടീമിനെ ഒക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ പഞ്ചായത്ത്, അവിടെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിന് പുല്ലൊക്കെ ഇടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ക്യാമറയും ക്യാമറമാനൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആദ്യം ക്യാമറ മാത്രം കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അസിസ്റ്റൻസിനെയും ക്യാമറയൊക്കെ കൂടെ അകത്താക്കി പുറത്തുനിന്ന് ഇവർ ലോക്ക് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ ശ്യാം പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് മാനേജറെ വിളിക്കാം. പക്ഷേ ഞങ്ങൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണം മറ്റുള്ളവർ വരാൻ. അപ്പോൾ ഞാനുള്ള ധൈര്യത്തിൽ 3 പേരും കൂടെ ചെന്ന് ഗുജറാത്തികളുടെ കയ്യിലാണ്. അതന്നെ കയ്യിൽപ്പെട്ടു. കാരണം അവിടെ ഇപ്പോഴും ഈ പഞ്ചായത്ത് രാജാണ്. നമ്മൾ ഈ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, അദ്ദേഹമാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിഷയം. പിന്നെ ആ അമ്പലത്തിൽ അടുത്ത കാലത്ത് ഒരു കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്ത് കൊണ്ടിട്ട് കത്താനാണ്. എന്നെ കണ്ടാൽ തോന്നില്ല, പക്ഷെ ശ്യാമിനെ കണ്ടാൽ അങ്ങനെ തോന്നും. അതുകൊണ്ട് ശ്യാമിനെ കണ്ടാലാണോ ഫഹദിനെ കണ്ടാലാണോ ഇവനെ കണ്ടാലാണോ ഏറ്റവും കൂടുതൽ കള്ള ലക്ഷണം? ആരെ കണ്ടാലാണ്? തന്നെ പറഞ്ഞോ. എന്നിട്ട് രസം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്ലൈമാക്സ് പറഞ്ഞുതരാം. അതായത് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അറിയാവുന്ന ഹിന്ദിയിൽ ഇവരോട് കാര്യം പറയാന്നുള്ളതാണ്. ഹിന്ദിയിലേക്ക് പറയാം. അങ്ങനെ ഞാൻ ഹിന്ദിയിൽ ചെന്ന് നേരെ അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അയാൾക്ക് ഗുജറാത്തി മാത്രമേ അറിയുള്ളൂ. ബാക്കി അവിടെ ഒരു 10 പേര് ഇരിപ്പുണ്ട് അയാളുടെ മെമ്പേഴ്സിനെ പോലെ. അപ്പൊ ഇവരുടെ അടുത്ത് ഞാൻ അറിയാവുന്ന ഹിന്ദിയിൽ പെട്ടെന്ന് ഞാൻ അങ്ങ് സെൻഡ് ചെയ്യും. അവിടെയാണ് നമ്മുടെ ഈ ഒരു ആക്ടിങ് സ്കില്ല് ഗുണം ചെയ്തത്. കാരണം സെൻഡ് ആയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. ഹിന്ദിയിലല്ല, മലയാളത്തിൽ ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞുതരാം. കാരണം നിനക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ മലയാളം പറഞ്ഞുതരാം. അല്ല, ഹിന്ദിയിലൊന്ന് പറഞ്ഞ അപ്പോൾ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ നിങ്ങളുടെ അതിഥികളാണ്, ഞങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ കൾച്ചർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് സത്യം മനസ്സിലായി. കാരണം ഈ ക്യാമറ നിങ്ങളുടെ അമ്പലത്തിലുള്ള ഒരു ഇത് കക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ 1.5 കോടി രൂപയുള്ള ക്യാമറയായിട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ഞങ്ങൾ ഇവിടെ പിടിച്ചു വെക്കുന്നു എന്നുള്ളത് സങ്കടമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ നിങ്ങളുടെ അതിഥികളാണ്. നമ്മൾ മറ്റു പല വില്ലേജും ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ മോരും ഇതൊക്കെ തന്ന് ലസ്സിയൊക്കെ തന്ന് കൊണ്ടുപോയതാണ്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ കേരളത്തിൽ വന്ന് നോക്കുക, അപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് അതിഥികൾ സ്വീകരിക്കുന്നത്. ഭാഗ്യത്തിന് അവർ ഇതുവരെ ആരും കേരളത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സെന്റില് ഗുജറാത്തികൾ എന്തെങ്കിലും കേരളത്തിൽ വന്നാൽ പ്രത്യേകിച്ച് അന്ന് പോയ ആ നാട്ടിലെ കൂട്ടത്തില് ആരെങ്കിലും ഇവിടെ വന്നിരുന്നെങ്കിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതോടുകൂടി ഇവര് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയി. ഈ പഞ്ചായത്ത് പ്രസിഡന്റും ബാക്കിയുള്ള ആളുകൾ തമ്മിൽ പറയുന്നത് ശരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞു വിട്ടു. അത് എന്റെ ഈ ചെറിയ ഹിന്ദി കൊണ്ട് ഞാൻ ഒപ്പിച്ചതാണ് മോനെ. തീർച്ചയായിട്ടും അത് അഭിനന്ദനങ്ങൾ. പക്ഷേ ആ ഗുജറാത്തികൾ ഇവിടെ വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ വിനീതേ പണി തീർന്നു. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. എങ്ങനെ തോന്നി അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്? ഇല്ല, ഫഹദ് ഇന്ന് ഇപ്പോൾ മലയാളത്തിൽ എണ്ണപ്പെടുന്ന നടന്മാരിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു നടനാണ്. കാരണം അത്രയും കാലിബറുള്ള ഒരു ആക്ടറാണ്. കാരണം ഫഹദിന് ഇതിനകത്ത് ഈ സിനിമയിൽ ഫഹദ് ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറിയിട്ട്, അതായത് നമ്മൾ ഈ സ്ഥിരം നമ്മളൊക്കെ ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ അങ്ങനെയല്ല. അവൻ്റെ സ്ലാങ് ആയാലും അവൻ യൂസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ലാങ് ആണ്. അവൻ്റെ അപ്പിയറൻസ്, അത് 2 ക്യാരക്ടർ ഉണ്ട് ഈ സിനിമയിൽ. അതാണ് അയാളും ഞാനും, അങ്ങനെ 2 പേരുണ്ട്. അപ്പൊ അതില് നമ്മൾ നിശ്ചയിച്ചു അത് കണ്ട് തീരുമാനിച്ചോളൂ. കാരണം ഇതൊരു ഡബിൾ സിനിമ ചിത്രമല്ല എന്തായാലും, അത് ഞാൻ പറയാം. അപ്പോൾ ആ അയാൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഫഹദിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം അത് തന്നെയാണ് ഈ കഥ. നമ്മൾ രഞ്ജിയേട്ടൻ പറഞ്ഞപ്പോഴും ഞങ്ങൾ 2 പേരും ഡിസ്കസ് ചെയ്തൊരു കാര്യം, ഈ കഥയുടെ ഓവറോൾ എന്നുള്ളതിനപ്പുറത്ത് ഒരു ആക്ടർ സ്പേസിലുള്ള ഒരു കഥയാണ്. ഒരു ആക്ടറിന് പെർഫോം ചെയ്യാനുള്ള സ്പേസുള്ള ഒരു കഥയാണ്. അപ്പോൾ അത് ഫഹദിനെ പോലുള്ളൊരു നടന് ക്യാരി ഓവർ ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു. കാരണം പല സീനും ഒരു ആക്ടർ എങ്ങനെ ക്യാരി ഓവർ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കാൻ, അതുവരെ നമ്മൾ അഭിനയിച്ചിട്ടല്ലേ ഉള്ളൂ. മറ്റേത് മോണിറ്ററിന്റെ മുമ്പിൽ നിന്ന് കാണുമ്പോൾ പലപ്പോഴും ഞാൻ കൈയടിച്ച് അവനെ പോയി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഫഹദിന്റെ അഭിനയം കാണുമ്പോൾ എന്താണ് പിന്നെ തോന്നിയിട്ടുള്ളത്? വിനീതിന് തോന്നിയിട്ടുള്ളത് ഞാൻ അഭിനയിച്ചെല്ലാം മണ്ടത്തരം ആയിപ്പോയോ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ആക്ടിങ്, അങ്ങനെ? അതിൽ ഞാൻ ഒരു സ്വകാര്യ രസമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ ഫഹദിനെ അതായത് ഫഹദിനെ തിരുത്തേണ്ട ഘട്ടങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഫഹദ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അവൻ എൻ്റെ അടുത്ത് മാത്രമല്ല പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ എപ്പോഴും അവൻ പറയുന്നൊരു കാര്യം, ഇങ്ങനെ ഒരാൾ വരുമ്പോഴാണ് നമുക്കൊരു ആക്ടറിന്, അത് എനിക്കും അറിയാം. കാരണം നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കറക്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടാകുമ്പോൾ ആ സ്പേസ് ഭയങ്കര ഗുണം ചെയ്യും. തീർച്ചയായും. അപ്പൊ അത്തരത്തിൽ ഞാനും ഫഹദും തമ്മിൽ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ പുറത്തും എടാ അതല്ല വേണ്ടത്, അല്ലെങ്കിൽ നമുക്കത് ഇതാണ്. അപ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ചിലത് ഞാൻ വിചാരിച്ചതിനപ്പുറത്ത് ഫഹദ് എനിക്ക് തന്നിട്ടുണ്ട്. ഡയറക്ഷൻ, തിരക്കഥ, ആക്ടിങ്, ഇതിൽ സേഫ് സോൺ ഏതാണ്? അല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ താരതമ്യേനെ, കാരണം ഞാൻ സംവിധാനം ചെയ്യാൻ അല്ലെങ്കിൽ ഞാനൊരു കാരണം കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒരുപാട് കാലമായിട്ടുള്ള സ്വപ്നവുമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു തിരക്കഥാകൃത്തുമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഇപ്പം നീ വളരെ സുഖമുള്ളൊരു സ്ഥലത്താണ് ഉള്ളത്, ആ സുഖം കളയണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ബോധപൂർവ്വം ആ സുഖം കളയാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാണ്. കാരണം എനിക്കറിയാം
സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഉറക്കം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു റെസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഞാൻ ഉറക്കം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നാൽ പോലും നമ്മുടെ മനസ്സ് ഉറങ്ങുന്നില്ല. അടുത്ത ദിവസത്തെ ആ സിനിമയെ കുറിച്ചുള്ള അത് ഞാൻ അതിനെ പൊലിപ്പിച്ച് പറയാമല്ലോ, പക്ഷെ അത് ബോധപൂർവമായിട്ടല്ല. എങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാവും. കാരണം നാളത്തെ പിറ്റേന്നത്തെ ഇത്തരം ഒരു പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷെ ഒരു ആക്ടിങ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള പ്രഷർ താരതമ്യേന കുറവാണ്. ഇപ്പം നമ്മളായാലും അഭിനയിക്കുമ്പോൾ പലപ്പോഴും സെറ്റിലെത്തിയിട്ട് നമ്മളെ കുറച്ച് നേരം അവിടെ ഇരുത്തിയാൽ നമ്മൾ പറയുന്നത് എത്ര നേരം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട്. പക്ഷേ ഈ അവിടെ നമ്മൾ ഇരുത്തുമ്പോഴും അപ്പുറത്ത് മറ്റുള്ളവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാവുന്നത് ഇപ്പോഴാണ്. അതിപ്പോ മനസ്സിലായല്ലോ. അല്ല ഇനി മേലാൽ നീ എങ്ങാൻ പറഞ്ഞാൽ ഇനി ലൊക്കേഷനിൽ ചെന്നിട്ട് പറയരുത് ഒരിക്കലും. അത് ദൈവമായിട്ട് തന്നെ ഡയറക്ഷൻ രംഗത്തേക്ക് എനിക്ക് പെട്ടെന്ന് പോകണം, എത്ര ഞാൻ രാവിലെ വന്നാണെന്നേ ആരും പറയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ ആക്ടേഴ്സും ഡയറക്ടർ ആവണം. ഒരിക്കൽ അറിഞ്ഞിരിക്കണം മറ്റുള്ളവന്റെ വിഷമം വേദന. ഒരു പ്രൊഡ്യൂസറുടെ ആയാലും ഒരു ഡയറക്ടറുടെ ആയാലും ഒരു കൺട്രോളുടെ ആയാലും പിന്നെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അതൊക്കെ ഒരു ആക്ടർ അറിഞ്ഞില്ല. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അതായത് സിനിമ എന്ന് പറയുന്ന ടോട്ടാലിറ്റിയിൽ ഭാഗമാവുക. നമ്മളിപ്പോൾ സ്റ്റേജ് ഷോ ഒരെണ്ണം കഴിഞ്ഞ് നമ്മൾ അടുത്തതിന് ബാക്കിൽ നിന്ന് കാണുന്ന പോലെ തന്നെയാണ് സിനിമയുടെ എൻറ്റയർ പ്രോസസ്സ്. ഈ സിനിമ എൻ്റേതും കൂടെ ആണ് എന്നുള്ളത് അതിൽ ഭാഗമാകുന്ന എല്ലാവർക്കും ഉള്ളിലുണ്ടാവും. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു പോയിന്റാണ് ഇപ്പോൾ വിനീത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങേറ്റം ഭയങ്കര സന്തോഷം തോന്നി ആ ഡയലോഗ് കേട്ടപ്പോൾ. എല്ലാവരും കൈയടിച്ചു അല്ലേ? സത്യസന്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ താങ്കളുമായിട്ട് ഇല്ലെങ്കിൽ എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ എൻ്റെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കൊട്ടാരം വൈദ്യൻ, ഇദ്ദേഹം നായകനായ ചിത്രമാണ്. അതിൽ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് അന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ സുരാജ് സിനിമയിൽ അധികം വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സീനെങ്കിൽ സുരാജ് എൻ്റെ അടുത്ത് ഡയലോഗ് പറയുന്ന സീനാണെങ്കിൽ ഇതാണ് സുരാജിന്റെ പൊസിഷൻ, ഇതാണ് എൻ്റെ പൊസിഷൻ എങ്കിൽ ക്യാമറ ആദ്യം ഡയറക്ടർ പുള്ളിയും ആദ്യ പടമാണ്. അപ്പോൾ പുള്ളി പറയും സുരാജെ അപ്പോൾ ഇതാണ് പൊസിഷൻ, ഇവിടെ ലൈറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സർ, ഓക്കെ സർ. വീണ്ടും സുരാജ് ഇവിടുന്ന് ഡയലോഗ് പറഞ്ഞ് ഇവിടെ വന്നിട്ടാണ് സുരാജ് ഡയലോഗ് പറയേണ്ടത്, ഇതാണ് സീൻ. പക്ഷെ സുരാജ് വന്നിട്ട് ഈ ഒരു ഓട്ടമാണ് സുരാജിന്റെ അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഷോട്ടിൽ ചിരിച്ചു പോയിട്ടുണ്ട്. കാരണം സുരാജ് മറന്നുപോകും ഈ പ്രഷറും ടെൻഷനൊക്കെ കൊണ്ട്. ഒരു കോമഡി കൂടെ ഉള്ള എല്ലാം കോമഡിക്കാരന്മാര് എന്തെങ്കിലും ചെയ്ത് കരപറ്റണ്ടേ. വീണ് കിട്ടിയ ഒരു ചാൻസ് ആണ്, ചാടി അങ്ങ് വീണ്. അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഹീറോ കൂടിയാണ് താങ്കൾ. അതിനുശേഷമാണ് പിന്നെ സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറിയത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തങ്ങളിൽ നല്ല സുഹൃത്തുക്കളാണ്, ഇത്രയും വർഷത്തെ സുഹൃത്ത് ബന്ധമുണ്ട്, ഒരുപാട് പ്രോഗ്രാം ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ USA ഒരുമിച്ചാണ് പ്രോഗ്രാമിന് പോയത്. ഇത്രയൊക്കെ അടുത്ത് അന്നും സിനിമയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. എൻ്റെ പൊന്ന് വിനീത് ആളിയാ, നീ എന്തുകൊണ്ട് ഇതിൻ്റെ ഹീറോ എന്നെ ആക്കിയില്ല? അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ആ ക്യാരക്ടർ ക്യാരി ചെയ്യാൻ പറ്റിയ കാലിബറുള്ള ഒരാൾ വേണ്ടേ. അത് മാത്രമല്ല പടം ഓടണം. ഇല്ല, പക്ഷെ സുരാജിനെ നമുക്കറിയാം, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴേ പറഞ്ഞിരുന്നു എൻ്റെ സിനിമയിൽ സുരാജിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുന്ന ഒരു കാലത്തെ ഞാൻ സുരാജിനെ വിളിക്കുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സുരാജ് വേണ്ട. തീർച്ചയായിട്ടും താങ്ക് യു. കാരണം സുരാജില് എനിക്കറിയാം സുരാജ് ഒരു കൊമേഡിയൻ എന്നുള്ളതിനപ്പുറത്ത് കാലിബറിലുള്ള ഒരു ആക്ടറാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന നാഷണൽ അവാർഡ് അവർ വെറുതെ വാരി തരില്ലല്ലോ അല്ലേ. താങ്ക് യു വിനീത്. അപ്പൊ കുറച്ച് സമയം നമുക്ക് അവിടെ ഇരിക്കാം. യെസ്. പിന്നെ അതിനുശേഷം ചിത്രങ്ങളുടെ വിശേഷം, അതിന്റെ ട്രെയിലറുണ്ട്, ഒരുപാട് സംഭവമുണ്ട്. ഇതെല്ലാം പ്രേക്ഷകർ കാണാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ചെറിയൊരു കലാപരിപാടി. ഓക്കെ, താങ്ക് യു. പറഞ്ഞു വന്നോ? നമ്മൾ നടന്നല്ലേ വന്നേ? എടാ അതല്ല പറഞ്ഞു വന്നത്. ഓ, പറഞ്ഞു വന്നത് അടുത്ത മാസം 28-ാം തീയതിയാണ് കല്യാണം. ആഹാ, തലയിലെ രോമം പോയി 107 വയസ്സുമായി ഇപ്പഴാ കല്യാണം കഴിക്കാൻ നടക്കുന്നത്. ആ എന്റെ കല്യാണം അല്ല, പിന്നെ എന്റെ മോളുടെ കല്യാണം. അതിനെന്തിനാ എക്കോ ഇടണേ? ഒന്ന് പറഞ്ഞാ പോരെ? എക്കോയോ? എടാ മോളുടെ മോള്, എന്റെ മകളുടെ മകൾ, എന്റെ ചെറുമകൾ കല്യാണം. അതിനു വേണ്ടി ഒരു പന്തലിടാൻ വേണ്ടിയില്ല നിന്നെ വിളിച്ചേ. പന്തലിടണം. ഈ ഭാഗത്തായിട്ട് ആ പന്തലെ കൊണ്ട് ഇടണം. ഇട്ടേ. എടാ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയല്ലേ. നീ അവിടെ ഇപ്പഴും അടുത്തൊരു കല്യാണത്തിന് നീ ആർച്ച് വെച്ചെന്ന് പറഞ്ഞത്. ഓ, ആർച്ച് വെച്ചു പറഞ്ഞത് ബിജു വിത്ത് കള എന്ന് പറഞ്ഞത്. ബിജു വിത്ത് കളന്നല്ല, ബിജു വിത്ത് കല എന്ന് എഴുതിയതാ. ചില പോഷന്മാരത് വായിച്ച് വിത്ത് കളാന്ന് ആക്കിയതാ. അത് പിന്നെ വിത്തെടുത്ത് അങ്ങ് മാറ്റിയാൽ. വിത്തെടുത്ത് മാറ്റിയോ? അതെന്താ? ഞാൻ വിത്തിട്ട് വന്നാൽ താൻ കൊണ്ട് വളം ഇടുവോ? ഈ ഭാഗത്തായിട്ട് അളവ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പിടിച്ചേ. അളവ് പിടിക്കും. ഇത് പിന്നെ നമ്മള് ഇത് എന്നോടാ വടംവലിയാ താഴെ വെക്കണു.
ഇവിടുന്ന് ഇത് മാറ്റി ഇവിടെ ഒരു കുറ്റി അങ്ങ് അടിച്ചിട്ട് അവിടെ നമ്മൾ അടുക്കള ആ ഇവിടെ നമുക്കൊരു ബെഡ്റൂം ശരിയാക്കി വരയ്ക്കാം. അവിടെ മാറി പൂജാമുറി അവിടെയാണ്. നീ എന്തൊക്കെയായി പറയുന്നത്? അതാണ് കയ്യിന്ന് പോയി. എടാ പന്തല് പണിയാനാണോ നിന്നെ വിളിച്ചത്? അതെ അത് പണിഞ്ഞാ മതി. അത് പണിയാം. എന്റെ മോളുണ്ടല്ലോ കഷ്ടപ്പെട്ട ഈ കല്യാണം നടത്തുന്നത്. നാട്ടുകാരെ പിരിവും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ട് കടമൊക്കെ മേടിച്ച ഈ കല്യാണം നടത്തുന്നത് അറിയാവോ? മകളുടെ ഭർത്താവ് എന്ത്? ഭർത്താവോ? അവൻ 24 മണിക്കൂറും വെള്ളമല്ലേ? വെള്ളത്തിലാന്നേ. മകളെ ചീങ്കണ്ണിക്കാണ് കെട്ടിച്ചു കൊടുത്തത്. ചീങ്കണ്ണിക്കോ? പിന്നെ വെള്ളം കള്ളു കുടിച്ച് നടക്കുന്ന ഒരുത്തരാന്ന്. കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കാലൻ. എന്റെ മോളുടെ ജീവിതം തൊലച്ച ആ കള്ളു കുടിയാനാണ് നശിപ്പിച്ചത്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് ഉദാസേ ജന്നത്ത് ഓ മേരി ലോട്ടാസേ മന്നത്ത് ഓ മേരി ആലുവ പുഷ് തന്നെ പാട്ട് മൊത്തം അങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞു പോവാണ്. ഇതാണ് ഒറ്റ കുഴപ്പം. ഒരേ പാട്ട് 2 ഭാഷ ചെയ്താലുള്ള കുഴപ്പം ഇതാ. ഞാൻ പറയട്ടെ, ഇവൻ എന്നാ കള്ളുകൂടിയാലും കണ്ടില്ല. അതെ വീട്ടിലേക്കുള്ള കലവും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകണല്ലോ. 28-ാം തീയതി കല്യാണമല്ലോ. പൊട്ടാതെ വെക്കണേ, പൊട്ടാതെ വെക്കണം കേട്ടോ മക്കളെ. എടാ കല്യാണം അടുത്ത മാസം 28-ാം തീയതി അല്ലേ? നീ എന്തിനാ പാത്രമൊക്കെ വാടകെടുത്തോണ്ട് വന്നേക്കതെ? എന്റെ പൊന്ന് കിളവാ, ഇന്ന് ശർക്കര കലക്കി ഇട്ടാലേ ഉള്ളു 20 ദിവസം കഴിയുമ്പോൾ ചാരായമായിട്ട് കിട്ടുള്ളൂ. ചാരായം എല്ലാം കുടിക്കണ്ടേ അന്ന്? പിന്നെ ബിവറേജിലൊക്കെ ഭയങ്കര വില, അതുകൊണ്ടാ. എന്റെ ദൈവം ഇവിടെ പോലീസുകാരെ കൊണ്ടുവന്ന് നീ എല്ലാത്തിനും പിടിപ്പിക്കോടാ. നീ ഏതാ? പന്തല്. നീ പന്തലോ? അല്ല പന്തല് പണിക്കാരൻ. പന്തല് പണിക്ക്. അയ്യോ അത് പറഞ്ഞപ്പോൾ ഓർമ്മ, നമ്മുടെ അടുക്കള വശത്തെ അത് കണ്ടോ? ആ അടുക്കള വശത്ത് കുറച്ച് പാവലിന്റെയും പയറിന്റെയും പന്തല് വൃത്തിയായിട്ടുണ്ട്. ഓലമുണ്ട്. പാലിനും എല്ലാം ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ. ഞാൻ കൊണ്ടുവന്നല്ലേ ഇവനെ. ആര്? ഇവിടെ മോളെ. അയ്യോ എന്റെ അമ്മായിപ്പനോ? എന്റെ അമ്മായിപ്പനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരി. എപ്പോഴും മുഖത്ത് നോക്കിയാൽ ചിരി വരും. ഇവിടെ നോക്കി ഈ കഴിഞ്ഞ ദിവസമാണല്ലോ, മറ്റൊന്നുമല്ല, ജംബോ സർക്കസിൽ നിന്ന് 2 പേര് പുള്ളിയെ ബുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്നോ? എടാ പഴയ പോലെ മൃഗങ്ങളെ വെച്ച് ഇപ്പൊ ഷോ കാണിക്കാൻ പറ്റിയല്ല. അവിടെ ചിമ്പാൻസിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതാകുമ്പോ സൈക്കിളിന്റെ ഒട്ടും പേയ്മെന്റ് ഒരുപാട് കിട്ടുകയും ചെയ്യും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? നോക്കി സൂക്ഷിച്ചു, കറക്റ്റ് ഷേപ്പല്ലേ? ഇങ്ങോട്ട് നോക്കി. എന്നാ ഒരു സെൽഫി എടുത്താ? എടുത്തോ. എന്തിനാ? ചിമ്പാൻസിന് കൂടെ എന്നെ ഫോട്ടോ എടുത്തിട്ട്. അതല്ലല്ലോ വേറെ സംഭവം. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോ നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ മൈൽക്കുറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഈ റോഡിന്റെ കിലോമീറ്റർ അതുപോലത്തെ ഇങ്ങോട്ട് നോക്കട്ടെ കള എന്നാണ്. അതുപോലെ കറക്റ്റ് റാവല്ല ഇരിക്കുന്നത്. ഒരു പച്ച പെയിന്റ് ഒരു മഞ്ഞ പെയിന്റ് മേടിച്ചിട്ട് മാഹി 50 കിലോമീറ്റർ ഒരു മൈൽക്കുറ്റി ആയിട്ട് ഉപയോഗിക്കാം നമുക്ക്. അതുപോലെ വേറെ കാര്യം പറയാൻ മറന്നുപോയി. ഇദ്ദേഹത്തെ കൊണ്ട് കൊച്ചി പോവുകയാണെങ്കിൽ, കൊച്ചി താമസമാക്കുകയാണെങ്കിൽ ഒരിക്കലും കൊതു കുത്തി ഈ പുള്ളിയെ ബുദ്ധിമുട്ടിക്കത്തില്ല. സംഭവം എന്ന് വെച്ചാൽ കൊതു ഇങ്ങനെ കുത്താനായിട്ട് വന്ന് കൊമ്പ് കൊണ്ട് കുത്തുമ്പോ ഈ കൊമ്പ് തെറ്റിയിട്ട് അതിന്റെ മുഖം വന്നിങ്ങനെ ആ കഷണ്ടിയിൽ അടിച്ചിട്ട് അത് ചാകത്തേ ഉള്ളൂ. അത്രയും സംഭവം. കളിയാക്കല്ല നീ. എന്തിയാടാ എന്റെ മോളെന്തിയാടാ? ഇവിടെ മോളെന്തേ പോക്കറ്റിരിക്കുന്നു. പറയാ 2 രൂപ. നിങ്ങളുടെ മോളെ ഉണ്ടല്ലോ, ഞാൻ എന്റെ അമ്മാവന്റെ മോന്റെ കല്യാണത്തിന് വിട്ടിരിക്കുക. കല്യാണത്തിനാ? അതാ നിനക്ക് പോയാലും കുഴപ്പം. ഞാൻ പോകേണ്ട കാര്യമില്ല മോനെ. നീ എന്നെ പ്ലംബിംഗ് പണിക്ക് വന്നല്ലേ? പ്ലംബിംഗ് അല്ല, പന്തല് പണിക്ക് വന്നവനെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ വീടെന്ന് പറഞ്ഞാൽ അന്തസ്സും ആഭിജാത്യമുള്ള വലിയൊരു ഫാമിലിയായിരുന്നു. അതായത് 8 കെട്ട്, 4 കെട്ട്, 2 കെട്ട്. വീടിയാണോ? വീടി അല്ലടാ പൊട്ട. എടാ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനായിട്ട് 6 നിലയൊക്കെ ഉള്ള സംഭവമില്ലേ, അങ്ങനെയുള്ള വലിയൊരു വീട്ടിലെ ഒരാളുടെ മോനായിരുന്നു. അറിയോ? ഈ കുടുംബത്ത് വന്ന് ഒരു പട്ടിയുടെ പോലും വിലയില്ലാതെ ദത്തുപുത്രനെ പോലെ കഴിയുക. അപ്പൊ എന്റെ കുടുംബക്കാരുടെ ഒരു ജാടയും സംഭവം കാണിക്കണ്ടേ? അതിന് അവളെ ഞാൻ വിട്ടിരിക്കുക. ഇന്ന് അവള് കണ്ടേച്ച് വരും മോനെ. കിളവാ തലയാ, ഇന്ന് വരുമ്പോ കാണാം. കുഞ്ഞിതോ അന്നല്ലോ വനമാല കൊടലേ പോയി. അത് കൊടലേനും നല്ല വിളിക്കുന്ന കരളേന്നല്ലേ? അല്ല സാധാരണ എല്ലാവരും അങ്ങനെ വിളിക്കുന്നു. പക്ഷെ ഇവിടെ സായ ഭാവം കാണുമ്പോൾ കൊടലേന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നു. അയ്യോ എവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അമ്മാവന്റെ മോന്റെ കല്യാണം? അടിപൊളിയല്ലായിരുന്നോ? അമ്മാവന്റെ മോന്റെ വായുവർദ്ധനെല്ലാം വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം ഒരു കുഴപ്പമില്ല, അമ്മാവന്റെ മോന്റെ കല്യാണം കേട്ടോ. വലിയ അന്തസ്സുള്ള കുടുംബം കേട്ടോ. അമ്മാവന്റെ മോന്റെ കല്യാണം കേട്ടോ. മേലായിമാര് വൃത്തിയായിട്ട കല്യാണത്തിന് പറഞ്ഞു വെക്കരുത് കേട്ടോ. അമ്മാവന്റെ മോന്റെ കുഴപ്പം ചെന്ന് തിരക്ക്. വലിയ കുടുംബം, വലിയ അന്തസ്സുണ്ട്. എന്തായിരുന്നു കിണിക്കുന്നത്? നിങ്ങൾക്ക് കുടുംബക്കാരൊന്നും ഇല്ലയോ? അത് പറഞ്ഞപ്പോഴത്തേനെ
അല്ലെ അമ്മാവന്റെ മോനെ കല്യാണത്തിന് പറഞ്ഞ ചേച്ചി കല്യാണത്തിന് മുമ്പ് ചെറുക്കനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ചെന്ന തിരക്ക് വലിയ അന്തസ് കേട്ടോ, വലിയ അന്തസ്സുകാരൻ കേട്ടോ. കല്യാണത്തിന് മുമ്പ് ചെറുക്കനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അറിയാവോ ആങ്ങളേക്ക്? പോലീസുകാർ അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന്. എന്തിന്? ഇവന്റെ 24ാമത്തെ കല്യാണമാണ്. കല്യാണത്തിപ്പാരനായിരുന്നു അവൻ. വലിയ അന്തസ്സുള്ള വലിയ അന്തസ്സുള്ള കുടുംബം. ചെറുക്കനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. കല്യാണ വീട് മരണ വീട് പോലെ, ചാക്കാലി വീട് പോലെ ഭയങ്കര നിലവിളിയും പടവിളി. നമ്മള് കല്യാണത്തിന് പോയില്ലേ, നാളത്തിനും പ്രഥമനും കൂട്ടി മാന്യമായിട്ട് ആഹാരം കഴിക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് പഴങ്ങഞ്ഞെടുത്ത് പട്ടിക്കൊടുത്തിട്ട് പോയിടാ കാല നൂപ്പാടും മതവും വരുന്നു. കല്യാണ വീട്ടിൽ ചേച്ചി ഭയങ്കര നിലവിളി. ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നിച്ചിരി അടപ്രഥമം ചോദിക്കുന്നത് ശരിയാണ്? ശരിയല്ല. അയ്യോ അത് ശരിയല്ല. അയ്യോ എന്റെ മക്കളെ സത്യം ഞാൻ ചോദിച്ചില്ല. ചേച്ചി കല്യാണ വീട്ടിൽ ഭയങ്കര നിലവിളി. ആ സമയത്ത് അടപ്രഥമം ചോദിക്കുന്നത് ശരിയാണോ? കുഞ്ഞുങ്ങളെ സത്യം ഞാൻ ചോദിച്ചില്ല. മാന്യമായിട്ട് സ്ത്രീ ക്ലാസ് എടുത്ത് ആരും അറിയാം 4 ഗ്ലാസ് ഒഴിച്ച് കുടിച്ചതല്ലാതെ മക്കളെ സത്യം ഞാൻ ചോദിച്ചില്ല. എനിക്കതിന്റെ കാര്യമില്ല കേട്ടോ. പക്ഷെ ആ പാചകക്കാരന്റെ കൈ പാമ്പ് ഒത്തും നോക്കിക്കോ. ബ്രഹ്മസലയുടെ തൊളിപ്പിച്ച് വെച്ചെന്ന് ഇറക്കി എന്റെ ഊപ്പാടും പദവും വന്നില്ലയോ? ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കുറിച്ചൊരു ഗ്രാഫ് കിട്ടിയില്ലേ? ഇതാണ് ഇവിടെ കുഴപ്പം. ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്നെ ഞാൻ എന്ന് കല്യാണം കഴിച്ചോ അതോടുകൂടി എന്റെ കഷ്ടകാലം തുടങ്ങി. നിന്റെ കഴുത്തെ താലി കെട്ടി മുടിഞ്ഞു അറിയോ? താലിയുടെ കാര്യം സംസാരിക്കരുത്. താലിക്കുന്ന കുഴപ്പം എന്താ? താലിയുടെ കാര്യം കൂടുതൽ സംസാരിക്കരുത്. എന്താണ് താലി ഞാനത് കെട്ടിയില്ല. താലി കെട്ടിയേ കെട്ടിയേ താലി കെട്ടി അപ്പനെ വരെ പോടാന്നാ വിളിക്കുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കുണ്ട് താലി. നമുക്കും കൊണ്ടൊന്ന് മണ്ട മറിച്ചൊരു താണി. ചില പെണ്ണുങ്ങളെ കടുത്ത കിടക്കുന്ന താലിയാണ് ചേച്ചി. ഇതാ ഈ വീതിയുള്ള താലിയാ പൊട്ടിച്ചോണ്ട് ഓടാൻ തോന്നുന്നു. ചില പെണ്ണുങ്ങൾ താലി ഇട്ട് പെടഞ്ഞ വരെ കൂണിച്ചെന്ന് കല്ലമണ്ണും വാരി തിന്നുന്നു. എന്റെ ഭാവി താലിക്കൊരു കുഴപ്പം. എനിക്കൊരു താണി കൊണ്ട് അണ്ണാ ഭൂതക്കണ്ണാടി കാണാൻ പറ്റത്തൊരു താലി. ഇതാണോ താലി? അയ്യോ ഞാൻ കണ്ടില്ല. കൂടുതൽ സംസാരിക്കാതെ അകത്ത് പോയതിന് ഷർട്ടും മുണ്ടും തേച്ചോ. എന്താന്ന്? എന്റെ ഷർട്ടും മുണ്ടും തേച്ചോന്ന്. എന്റെ പൊന്നുകാല നിങ്ങൾ പോയത് പല്ല് തരിച്ചല്ലേ? ഇതൊക്കെ എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞു. സ്നേഹമില്ലെന്നൊന്നും പറയരുത്. എന്താ? ചേച്ചിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ചേട്ടന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി സിന്ദൂരരേഖ വരെ അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ? ഒരാവിടുന്ന് ഈ കാലം മെനഞ്ഞാന്ന് കള്ളു കുടിച്ചിട്ട് കുപ്പി ക്ലാസ് എടുത്ത് എറിഞ്ഞതാ എന്റെ നെറ്റിയിൽ. നിനക്കറിയോ എന്റെ അപ്പൻ പറഞ്ഞാടാ ഇവിടെ കെട്ടാൻ പോകണ്ടെന്ന്. ഒരുപാട് പെണ്ണുങ്ങൾ ക്യൂ നിന്നതാ. KSRTC കണ്ടക്ടറായ എനിക്ക് വേണ്ടി ക്യൂ നിന്ന് അറിയാവോ? ചെറുപ്പത്തിൽ എന്നെ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് റോസ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ലൈൻ അടിച്ച് അവള് ലാസ്റ്റ് അമേരിക്കക്കാരൻ്റെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഉണ്ടായിരുന്ന ഒരു മലര്. അങ്ങനെ മലരിനെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പായി എന്റെ അപ്പനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് മലരിനെ കെട്ടിച്ചേരണമെന്ന് പറഞ്ഞു. ആ അച്ഛൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെവിക്കടിച്ചിട്ട് പറയാ, അവള് വേണ്ട അല്ലെങ്കിൽ ഇവളുമാര് മൊത്തം തോൽവിയാണ്. സിനിമയിലെ പാട്ടല്ലേ ഇപ്പൊ ഇറങ്ങിയത്? ആ സിനിമയിലെ പാട്ടാണ്. എന്റെ അപ്പം കൊച്ചിയിൽ നിന്ന് കൊതുകേട് കൊണ്ട് കുത്തിയിരുന്ന് എഴുതിയ പാട്ടാണ്. ഇപ്പൊ ന്യൂ ജനറേറ്റർ പിള്ളേർ അടിച്ചോണ്ട് പോയോ? ജനറേറ്റർ ആണ് മോട്ടോർ. കള്ളു കുടിച്ച് സ്വന്തം ജോലി കളഞ്ഞവനവൻ. KSRTC ജോലി കളഞ്ഞവനവൻ. കള്ളു കുടിച്ചിട്ട് എങ്ങനെയാണ് KSRTC ജോലി? നല്ലൊരു ജോലിയുള്ള മനുഷ്യനായിരുന്നു. എന്റെ പൊന്ന് പയർപണിക്കാരാ. പയറല്ലെന്ന് 12 പണിയാ പണിക്കാരാ. സംഭവം എന്താ, ഞാൻ ജീവിതത്തിൽ ആത്മാർത്ഥത്തോടെ ജോലി ചെയ്തതിന് എനിക്കൊരു കൂലി കിട്ടി. ഒരു കണ്ടക്ടറുടെ ജോലി എന്തുവാ? കൃത്യമായിട്ട് ഓഫീസിൽ വന്നിറങ്ങിയ ഉടനെ പൈസ എടുത്ത് നേരെ നമ്മുടെ ഈ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. കോർപ്പറേഷനോട് കൊണ്ട് കൊടുക്കണം കൃത്യമായിട്ട്. അതുപോലെ ഞാൻ കാഞ്ഞങ്ങാട് നോട്ടം കഴിഞ്ഞ് വന്ന് പൈസ എടുത്ത് നേരെ കോർപ്പറേഷനിൽ കൊണ്ട് കൊടുത്തു. അപ്പൊ തന്നെ എന്റെ ജോലിയും പോയി. അതിനിപ്പോ എന്താ കറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊണ്ട് പൈസ വെച്ച് പിന്നെ അങ്ങനെ ജോലി പോകും? ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ല, ബിവറേജ് കോർപ്പറേഷൻ അല്ല കൊണ്ട് കൊടുത്തത്. എന്നാലും ചേട്ടൻ കാണിച്ച മഹാമെനകേടായിപ്പോട്ടോ. നല്ലൊരു ജോലിയായിരുന്നു. പോട്ടെ ചേച്ചി പോട്ടെ. എന്ത് തങ്കപ്പെട്ട ചേച്ചി. ആ ചേച്ചിയോടാണ് ഇത്ര നേരം കിടന്നത്. ചുണ്ട് അയ്യോ നീ അങ്ങനെ ചുണ്ട് കാണിക്കല മരം കൊത്തിയെ പോലെ എനിക്ക് തോന്നുന്നു. ആ ചേച്ചിയുടെ മുഖത്തൊക്കെ എന്ത് ഐശ്വര്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചേച്ചീനെയാണ് ചേട്ടൻ ഈ തെറിയും പറഞ്ഞത് ഈ അടിയൊക്കെ കൊടുത്തത് അല്ലേ? നിനക്കപ്പൊ നേരത്തെ പോലെ അറിയാവളെ? നിനക്ക് നേരത്തെ പോലെ അപ്പൊ അറിയാം അല്ലേ? അപ്പൊ എന്റെ ഊഹം ശരിയാണ്. ഇപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. അപ്പൊ ഇവനാണ് അവളുടെ ചാരൻ. കൊറേ കാലമായിട്ട് നിന്നെ നോക്കി കിടക്കണ നീയാണ് അവിടുത്തെ ചാരൻ. മരിച്ചുപോയ രാഘവന്റെ മോനെ കൊച്ചുനാളിൽ ഈ ചെറുക്കൻ. അപ്പൊ കൊച്ചുനാള് മോനെ നിന്നെ അറിയാം. അപ്പൊ നീ തന്നെയാണ് ചാരൻ. ചതുർമുഖം എന്നാണ് പറഞ്ഞത്? എത്ര നേരം കിടന്നു ഒച്ച തുടങ്ങി? നീ ഏതാ ഇതൊക്കെ മുറിച്ച് പാനൊക്കെ ആരാ നീ? ആരാണ് ലുങ്കി മുറിച്ച് പാൻഡടിച്ചേ? നീ എന്താ പിന്നെ എടുത്തേക്കുന്നത്?
ഇതെന്റെ അച്ചായൻ മരിച്ചെന്ന്. ആ അച്ചായൻ മതി. നീ ഇപ്പൊ ഇതിനെങ്ങോട്ട് ഈ വന്നത്? മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റുമോ? എത്ര നേരമായി ഇവിടെ കിടന്നിട്ട് ഒറ്റ വേളം തുടങ്ങിയിട്ട്. നിനക്ക് എനിക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്ന്. സഹോദരൻ നിന്റെ വീട് എവിടാ? ആ ഈ വീടിന്റെ തൊട്ടപ്പുറം കാണുന്നില്ല എന്റെ വീട്. ആ കാണുന്നല്ലേ വീട്? ആ അല്ലാതെ ഇവിടെ വന്ന് എന്റെ നെഞ്ചത്തല്ലല്ലോ നീ കിടന്നുറങ്ങുന്നത്. നീ നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങടാ. ഞാൻ കിടക്കുന്ന ബഹളമാണ്. നിനക്കെന്താ കുഴപ്പം? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കുറച്ചൊക്കെ അന്തസ് വേണം കേട്ടോ. അന്തസ്. എന്തോ എങ്ങനെയാ? എടോ അന്തസ് വേണമെന്ന്. ഈ അന്തസ് വേണമെന്ന് പറയാൻ വേണ്ടി ആ. രാത്രി 11 മണിക്ക് ശേഷം നിന്നെ ഞാൻ ഫോൺ വിളിച്ചോ ആരാധകനാന്ന് പറഞ്ഞു വിളിച്ചോ? ഇല്ലല്ലോ. പിന്നെ നീ അന്തസ്സിന്റെ കാര്യം സംസാരിക്കൊന്നും വേണ്ട. നീ അങ്ങ് പോടാ അങ്ങോട്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? ഞാൻ വർഷങ്ങളായിട്ട് ഈ വീടുമായിട്ട് ബന്ധമുള്ള ആളാ. എങ്ങനെ അറിയോ? ഈ തങ്കമണി ചേച്ചി, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ തങ്കമണി ചേച്ചി പഠിത്തം നിർത്തിയിട്ട് എനിക്ക് ചുമ്മാ അറിയില്ല, എന്നെ വെട്ടിപ്പിടിക്കാതെ പോലെ. അന്ന് തങ്കമണി ചേച്ചി ഞാൻ 8ൽ പഠിക്കുമ്പോ തങ്കമണി ചേച്ചി തയ്യല് പഠിക്കാൻ വേണ്ടി പോയി അല്ലേ? എന്റെ ജീവിതം പിന്നെ ഇങ്ങനെ നമ്മളെ തല വരച്ച് വല്ല പറ്റുമോ? ഞാനന്ന് വള്ളിനിക്കറിട്ട് ചേച്ചിയെ കാണാൻ വരുമ്പോ ചേച്ചി ഫുൾപാവടയും ബ്ലൗസ് ഒക്കെ ഇട്ടല്ലേ എനിക്കറിയാം, നീ തയ്യക്കട ഞാൻ നിക്കറിനൊക്കെ അളവെടുത്ത് നിക്കറൊക്കെ തച്ച് അന്ന് കീറി നിൽക്കണ ചേച്ചി ഈ പുറമൊക്കെ തയ്ച്ചു തരികയല്ലായിരുന്നു. ഒരുപാട് തച്ച് അന്ന് അതുപോലെ ഞാൻ അന്ന് കണ്ടു വളർന്ന എന്റെ ചേച്ചി. എന്നെ ഹിന്ദി പഠിപ്പിച്ച ഞാൻ ഇവിടെ എട്ടി ആ 8ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് തോൽവിയായിരുന്നു ഞാൻ. വെച്ച് രക്ഷപ്പെട്ടില്ലേ മോനെ? പിന്നെ രക്ഷപ്പെട്ടു. ഇപ്പൊ ഞാൻ 3 ശമ്പളം മേടിക്കുന്നേ. ആണോ? ആ. എത്ര രൂപടാ? 3000 രൂപ. മാസത്തിലോ? അല്ല വർഷത്തില്. തെണ്ടാൻ പോയിക്കൂടെ നിനക്ക്? അതിനകത്തിന് അതെ എടാ 3000 രൂപ നേരം ആരാ ഇവിടെ പോയി മേടിക്കുന്നേ? എടാ പച്ചത്തവളെ, എന്തോ നിന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ജോബി. ജോബി എന്നല്ലേ? ആ. അല്ല രതി നിർവഹത്തിലെ പപ്പുന്നല്ലോ. ഈ തങ്കമണിയിലെ ജീവിതം എനിക്കറിയാം. എത്ര കാലമായിട്ട് ഇവിടെ കഴിയുന്നു. അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ടോ? കാര്യമുണ്ടോ? കൈ പൊങ്ങിയാൽ എനിക്ക് നോവില്ല. കൂട്ടത്തിലൊരുത്തൻ ചങ്കം പൊട്ടി ചോരി ഒപ്പിച്ചാലും എനിക്ക് നോവില്ല. പക്ഷെ ഈ പന്ന ചേർത്തേ തൊട്ടപ്പോ നിനക്ക് നൊന്നു. അങ്ങനെ എന്നാടാ ശിവതാണ്ഡവോ? ദൈവമേ, ഇത് നോൺ ഷോട്ട് പൊണ്ടാട്ടമാണെന്ന് അറിഞ്ഞില്ല. ഇത് ടൺ കണക്കിന് ഫണ്ണാണോ ഇങ്ങനെ നിർത്താതെ പറയാൻ? നിർത്തി പറയൂ മാഷേ, മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം ഞാൻ. എനിക്കെല്ലാം മനസ്സിലായടാ. നീ തന്നെയാണ് യഥാർത്ഥ ചാരൻ. ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇന്നുകൊണ്ട് ഡിവോഴ്സ് ചെയ്ത് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നു. നിങ്ങളുടെ ജീവിതം അല്ല പിന്നെ ഞാൻ എത്ര നാളായി ഇത് കാണുന്നു. ഇവന് നാണമില്ല നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ താമസിക്കാൻ. ഇവന്റെ വീട്ടിൽ പോയി പണിക്ക് പോവല്ലോ. നീ വാ. ഞാനേ എടാ പിന്നെ ഇപ്പൊ ഒരു പാചകക്കാരനെ കൂടെ തപ്പണമല്ലോടാ. അവനെ എനിക്ക് പാചകക്കാരനോ? പാചകക്കാരനല്ല, പാചകക്കാരൻ. പാചകക്കാരനാണെങ്കിൽ ഒരു കറക്റ്ററാണല്ലോ. നല്ല കൈപ്പുണ്യ. കയ്യേര് പുണ്ണുള്ളവനൊക്കെ ആരെങ്കിലും പാചകത്തിന് വിളിക്കൂടാ. കയ്യാ പുണ്ണല്ല. ആ പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദാന്നാ പറഞ്ഞത്. നൈപുണ്യം. എന്റെ കൊച്ചിനെ അയക്കാൻ വെച്ചിരുന്ന 25 പവന്റെ സ്വർണം കാണുന്നില്ലേ? എന്റെ കൊച്ചിനെ അയക്കാൻ വെച്ച എന്റെ മോളെ കല്യാണം നടക്കത്തില്ലേ? എന്റെ വീട്ടിൽ ഞാൻ അലമാരക്കകത്ത് വെച്ചിരുന്ന പൂട്ടില്ലാത്ത അലമാരയായിരുന്നു. പൂട്ടില്ലാത്ത അലമാര. 12 മണിക്ക് വന്നിട്ടുള്ളൂ. ഞാൻ അകത്ത് കയറിയിട്ടില്ല. എനിക്ക് ആരും ഇവിടുന്ന് പോവരുത്, ആരും പോവരുത്. 25 പവന്റെ സ്വർണ്ണമാണ് ഇത്രയും വില ഹലോ ഹലോ ഹലോ, ആരും വിഷമിക്കണ്ട. നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ. നിങ്ങളുടെ സ്വർണം സേഫ് ആയിരിക്കും നോക്കിക്കോളാം ഞങ്ങൾ. നമ്മുടെ കയ്യിലുണ്ട്. കയ്യിലുണ്ടോ? പിന്നെ സ്വർണ്ണം ഇവിടെ കൊണ്ട് കൊച്ചിന്റെ കല്യാണത്തിനുള്ളതാണ്. എടി മൂദേവി, എടി ഇവിടെ ഒരു അലമാരി ഉണ്ടോ ലോക്കറിലെ? ഇല്ല. ഒരു പെട്ടി ഉണ്ടോ? ഇല്ല. ഒരു എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വെക്കുന്നത്? ഇല്ലെന്ന്. ഇല്ലല്ലോ. ഇതുകൊണ്ട് ഞാൻ ഉത്തരവാദിത്തോടെ 25 പവൻ എടുത്ത് നേരെ ബാങ്കിലെ ലോക്കറിലേക്ക് കൊണ്ടുവച്ചു. അതെനിക്ക് കള്ളുകൂടിയനായാലും കണ്ടില്ല ചെയ്ത പരിപാടി അത് സത്യം. ഞാൻ വല്ല പറഞ്ഞാൽ ക്ഷമിക്കണം. എന്താ പറയാ, ഞാൻ പേടിച്ചു. നിങ്ങൾ എന്റെ അടുത്ത് വാക്ക് പറഞ്ഞില്ലല്ലേ? ഇല്ല, പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ മോടെ കല്യാണല്ലേ. അങ്ങനെ ഞാൻ ഈ സ്വർണ്ണം കൊണ്ട് ലോക്കറിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോടാ, 25 പവന്റെ സ്വർണ്ണം കൊണ്ട് ലോക്കറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു സംശയം. ഇവിടുത്തെ ബാങ്ക് മാനേജർ എങ്ങനെ എടുക്കും മറിച്ച് പണയം വെക്കുവോ? എനിക്കൊരു ചെറിയ സംശയം. അല്ല അങ്ങനെയുണ്ട്. നമുക്കപ്പോ ഒരു ഉറപ്പ് വേണ്ടേ? അപ്പൊ ഞാൻ ഒരു ഈടിനായിട്ട് ഒരു 50,000 രൂപ ഇങ്ങോട്ട് സേഫ്റ്റിക്ക് മേടിച്ചു. കണ്ടോ, അതിന്റെ ബില്ലാണ് ഇത്. കണ്ടോ, എന്നിട്ട് 50,000 രൂപ എന്തിയേ? 50,000 രൂപയിൽ കുറച്ച് പൈസക്ക് ഞാൻ ഈ വാച്ച് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സുകൾ മേടിച്ചു. എന്നിട്ട് അതിന്റെ ബാക്കി എന്തിയേ? അതിന്റെ ബാക്കി ഞാൻ വേണ്ട വെണ്ടുരുത്തി പാലത്ത് ഇരുന്ന് കറക്റ്റായിട്ടൊന്ന് അറിയാൻ വേണ്ടി എണ്ണി നോക്കിയപ്പോ കാറ്റത്ത് പറഞ്ഞു. വീട്ടിലെ സ്വർണ്ണം കൊണ്ടത് വെച്ചിട്ടല്ല. കല്യാണം ഒന്ന് പോകുന്നോട്ടവര്
അല്ലല്ലേ വെറുതെ തല്ലിക്കൊല്ലല്ലേ ചേട്ടാ പച്ചച്ചേട്ടാ ഒന്നിങ്ങനെ വന്നേ എന്റെ പച്ചച്ചേട്ടാ ഇങ്ങനെയുള്ള സ്വർണ്ണം ലോക്കറിൽ വെക്കുന്നതിന് എന്താ ഇത്ര തെറ്റെന്താ അത് തെറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകാത്തോണ്ടാ. അതിന് പച്ച മലയാളത്തിൽ പറയാൻ പണയം വെച്ച് തിന്നുക എന്ന് പറയും. അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ പറയും. എങ്ങനെ അങ്ങനെ പറയാറുന്നോ? എന്റെ പരമകാല നിങ്ങളെ ഭർത്താവായിട്ടല്ല നിങ്ങൾ പട്ടിയായിട്ടേ കാണത്തുള്ളൂ. എന്റെ മോളെ കല്യാണം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അയാളല്ല ഞാൻ അതിന്റെ അയാൾ ഞാനല്ല. സോറി അയാളല്ല ഞാനല്ല എന്തോ അയാൾ ഞാനല്ല. ഇപ്പൊ എല്ലാവരും പഠിച്ചു കാണും. ഞാൻ തെറ്റിക്കുമ്പോ പെട്ടെന്ന് നിങ്ങൾ പഠിക്കും. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. വീണ്ടും എത്തിയിരിക്കുകയാണ് വിനീത്. അല്ല, വീണ്ടും എത്താൻ തോന്നും. കാരണം ഞാൻ സാധാരണ ചാനൽ പരിപാടികൾ വളരെ കുറവാണ്. പക്ഷേ നീയാണിത് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ പല എപ്പിസോഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ വീണ്ടും എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടാമത്തെ സിനിമ കൊട്ടാരമൈതയിൽ നീ അഭിനയിക്കാൻ വന്നപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും രസകരമായിട്ട് ഞാനത് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവൻ അന്ന് പറഞ്ഞു തന്ന കുറേ കഥകൾ. കാരണം ഒരുപാട് നുറുങ്ങ് കഥകൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കോമഡി അല്ലാതെ കുറേ സാധനങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വീഴും. അപ്പോൾ ആ വീണ് കിട്ടുന്നത് കാണാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. ഓൾ ദി ബെസ്റ്റ്. തകർക്കുന്നു. താങ്ക് യു. അയാളല്ല ഞാൻ അതിന്റെ അയാൾ ഞാനല്ല. സോറി അയാളല്ല ഞാനല്ല എന്തോ അയാൾ ഞാനല്ല. ഇപ്പൊ എല്ലാവരും പഠിച്ചു കാണും. ഞാൻ തെറ്റിക്കുമ്പോ പെട്ടെന്ന് നിങ്ങൾ പഠിക്കും. അതാണ് എന്റെ ബുദ്ധി. ഇങ്ങനെയുണ്ട്. എന്നാലും ഞാൻ തെറ്റ് സമ്മതിച്ചു തരില്ല. അയാൾ ഞാനല്ല എന്ന വിനീത് കുമാർ ഡയറക്ട് ചെയ്ത ചിത്രത്തിന്റെ ടീസർ കാണാം. അമ്മോനായാലും കാമുകയായാലും നമ്മൾ എങ്ങനെ ഓടിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു രസ. അതിന് മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തിക്കെങ്കിലും വേണ്ടിയില്ല. छोड़ना नहीं. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. സത്യം ഞാൻ ഈ ടീസർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത് മനസ്സിൽ സിനിമ കണ്ടിട്ട് വിളിക്കണം. തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് ഉടനെ ഞാൻ വിളിച്ചിരിക്കും. ടീസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തിയേറ്ററിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഫഹദിന്റെ ഉഗ്രൻ പെർഫോമൻസ് ആണ്. ഈ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹത്തിന്റെ ഓട്ടത്തിലും എല്ലാം ഉണ്ട്. അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഉടൻ തന്നെ തിയേറ്ററിൽ റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. മാത്രമല്ല വിനീതിൻ്റെ ആദ്യ ഡയറക്ഷനിൽ നിന്ന് വരുന്ന സിനിമയാണ്. ഇനി ഒരുപാട് ഡയറക്ഷന് അദ്ദേഹത്തിന് ചാൻസ് കിട്ടട്ടെ. അതുപോലെ തന്നെ എനിക്കും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ. ഇതൊക്കെ എൻ്റെ ഒരു നമ്പറാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ടീസർ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒന്ന്. ട്രെയിലർ ഓക്കെ, റെഡി. നമ്മൾ രണ്ടാളും നെല്ലിമരത്തിന്റെ മുകളിൽ നിന്ന് ഷൂട്ടിംഗ് കാണുമ്പോഴാണ് ചൂരിലായിട്ട് ഹെഡ് മാസ്റ്ററിന്റെ വരവ്. മാഷിനെ കണ്ടത് ഞാൻ കിഞ്ഞു വാഞ്ഞാണ്. കിഞ്ഞി പാഞ്ഞടഞ്ഞ്. അരുണേ, ഇതേത് ഭാഷ? അല്ല, എന്ത് കണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? എനിക്ക് ഗാന്ധിജിയുടെ മണ്ണിൽ കിടന്ന് മരിക്കണം. ഹോഷ് മേ തോ ഹേ. മോനെ ഓടിച്ചു പോയി. എന്തിനെ? എന്തേനു നീ സംവിധാനം ചെയ്ത് പഠിക്ക? ഞാനും അഭിനയിക്കും. കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ. ശകലം. പൊന്നോ, ഇവിടെ കാലൂത്തിപ്പ് തുടങ്ങിയ ചങ്ങായെ കൊണ്ടുള്ള ഇടങ്ങേറ്.
ഗെയിമിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോ ട്രailer കണ്ടു. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗംഭീര സിനിമയായി മാറട്ടെ, അതിന് യാതൊരു സംശയവുമല്ല. രഞ്ജിയേട്ടൻ കൂടെ ഉണ്ട് സപ്പോർട്ടിന്. എല്ലാവരും രഞ്ജിയേട്ടൻ്റെ ബ്രദർ. എന്തിന് നമ്മളെല്ലാം മുത്തല്ലേ പൂച്ചക്കണ്ണ. അല്ല സോറി, ഇമേജ് തകർക്കല്ലെന്ന് നേരത്തെ എന്നോട് പറഞ്ഞു. അളിയാ നീ അതൊന്നും പറഞ്ഞു ഇമേജ് അത് പറഞ്ഞു ഞാൻ. എന്നിട്ട് നീ ഒരു പാട്ട് പാട്. അത് വേണ്ട, ഞാൻ അത്യാവശ്യം ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അത് മതി. ഓക്കെ. അപ്പൊ എന്തായാലും സിനിമ ഗംഭീരമാകട്ടെ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല തിരക്കഥകൾ എഴുതാൻ സാധിക്കട്ടെ. നന്നായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം ചിന്തിച്ചിട്ടില്ല. അപ്പൊ അഭിനയിക്കും? ഇല്ല, അങ്ങനെ അത് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യും. അല്ലാതെ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സംവിധാനം ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച്. അങ്ങനെ സന്തോഷകരമായ ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.